ഹലോ, ഇതിന് ഫസ്റ്റ് ഓൺ വോയിസ് ലോങ് വീഡിയോ ആണ്. ഇതിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പോസ്റ്റിങ് കുറച്ച് ലേറ്റായി. ഏപ്രിൽ 22-നായിരുന്നു നൂലിട്ട് വരുന്നത്. ഇത് നല്ലൊരു മെമ്മറബിൾ, ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു മൊമെൻ്റായിരുന്നു. പറയാനാണെങ്കിൽ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം. ഞാനെന്നൊരു വ്യക്തി കുറച്ച് ട്രാവലിങ്ങൊക്കെ ചെയ്ത് സ്വന്തം കാര്യം മാത്രം നോക്കി അങ്ങനെ ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് എല്ലാം കൊണ്ടും വേറൊരാളെ കൊണ്ട് ജീവിക്കുന്നു. എണീച്ചോ കുടിച്ചോ അങ്ങനെ ലൈഫ് മാറിയൊരു മൊമെൻ്റാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി നടക്കുന്നത് മാർച്ച് 26 ഡെലിവറി തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു. കുറച്ചധികം കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഡെലിവറിയിൽ. 26 ഞങ്ങൾക്ക് അഡ്മിറ്റിംഗ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അഡ്മിറ്റ് ചെയ്യാനായിട്ട് ചെക്കപ്പ് പോലെ ആയിരുന്നു. ചെക്കപ്പിന് പോയതാണ്. അഡ്മിറ്റ് ചെയ്യാൻ മേ ബി ചാൻസ് ഉള്ളത് കൊണ്ട് അഡ്മിറ്റ് ചെയ്യാനുള്ള നമ്മൾ പാക്കപ്പായിട്ട് എല്ലാം കൊണ്ടുപോയത്. ഞാൻ, അമ്മ, ഹസ്ബൻഡ്, നമ്മൾ 3 പേരുടെ പോയത് സമയത്ത് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചിരുന്നത് വെഞ്ഞാറമ്മൂടുള്ള ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമ്മൂട് ലീല രവി ഹോസ്പിറ്റലായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ ചെന്നു. BP ചെക്ക് ചെയ്യുന്ന സമയത്ത് 168 BP ഉണ്ടായിരുന്നു. BP കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്കൊരു 15 മിനിറ്റ് നോക്കാം, മേ ബി ഇന്നലെ നൈറ്റ് ഉറങ്ങാതിരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി പെയിൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3:30 ആയപ്പോൾ വെളുപ്പിന് പെയിൻ വന്ന് വാഷ്റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് പെയിനങ്ങ് മാറി, കുഴപ്പമില്ല, പിന്നെ ഉറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ അതിൻ്റെതായിരിക്കും മേ ബി എന്ന് പറഞ്ഞു. പക്ഷേ വയറിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കല്ലിച്ച് കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അനക്കം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അനങ്ങുന്നുണ്ടായിരുന്നു, മോർണിംഗ് വരുന്നതിനിടയ്ക്ക് അനങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു 15 മിനിറ്റ് ടാബ്ലറ്റ് കഴിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ടാബ്ലറ്റ് കഴിച്ച് നോക്കിയതിന് ശേഷവും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. BP കൂടിയതേ ഉള്ളൂ, 172 ആയി. അപ്പം ഇനി വെച്ചിരിക്കാൻ പറ്റില്ല, കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് പാനിക്കായി. അവിടെ നിന്ന് നേരെ എന്നെ കൊണ്ടുപോയത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് നേരെ എന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത്. അതായത് റിസപ്ഷനിൽ നിന്ന് നേരെ എന്നെ ഓപ്പറേഷൻ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ആക്ച്വലി എൻ്റെ മൈൻഡിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ട്രിപ്പൊക്കെ ഇട്ട് ടാബ്ലറ്റെല്ലൊക്കെ തന്നതിന് ശേഷമായിരിക്കും പെയിൻ വരുന്നതെന്നുള്ളതാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അവിടെ ചെന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വരിക, എന്തായിരിക്കും ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും വരിക എന്ന് പറഞ്ഞു. BP കൂടിയാണ്. അപ്പം ഫിക്സ് വരാൻ ചാൻസ് ഉണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒട്ടും വൈകിയിരിക്കാൻ ടൈമില്ല, നമുക്ക് നേരെ ഡെലിവറി തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. C-സെക്ഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞു. 10:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. 12:30 ആയപ്പോഴത്തേക്കും അനസ്തേഷ്യ വന്നു. 12:48 ആയപ്പോഴത്തേക്കും കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ടൈമിലാണ് ഡോക്ടർ തന്നെ അറിയുന്നത് പൊക്കിൾക്കൊടി കുഞ്ഞിൻ്റെ തോൾക്കൂടി ചുറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി ചുറ്റിയിരുന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്തിൽ കൂടി ആയനെ. അപ്പോൾ രാത്രി ആളുടെ കറങ്ങിയപ്പോൾ അതായിരിക്കും എനിക്ക് പെയിൻ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഡെലിവറി എല്ലാം കഴിഞ്ഞു. കുറച്ച് എനിക്ക് BP കൂടുതലുണ്ടായിരുന്നു, പിന്നെ നോർമലായി. അതായിരുന്നു ഡെലിവറി. ആക്ച്വലി എനിക്ക് ടെൻഷൻ അടിക്കാനോ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കുമെന്നോ ഡെലിവറി പെയിൻ്റെ സീൻ എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും കിട്ടിയില്ല. അതിനു മുന്നേ C-സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ആക്ച്വലി ഒന്നും അറിഞ്ഞിട്ടില്ല. കാരണം സിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ആക്ച്വലി ഈ ഹോസ്പിറ്റലിലുള്ള സിസ്റ്റേഴ്സ് ആണെങ്കിലും ബാക്കി അവിടെയുള്ള സ്റ്റാഫ് ആണെങ്കിലും എടുത്ത് പറയണത് എൻ്റെ ഡെലിവറി നോക്കുന്നത് ലീല മാഡമാണ്. മാഡത്തിന് ഹാറ്റ്സ് ഓഫ്, സീരിയസ്ലി. പുള്ളിക്കാരി ഭയങ്കര കൂളായിട്ടാണ് ബിഹേവ് ചെയ്തത്. അവിടെയുള്ള സിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും എൻ്റെ അടുത്ത് അത്രയും ടെൻഷനുള്ള കാര്യമാണ് എന്നുള്ള രീതിക്ക് എനിക്കൊരു ടെൻഷൻ തന്നിട്ടേ ഇല്ല അവരാരും. അതുകൊണ്ട് തന്നെ എനിക്കും പ്രത്യേകിച്ച് ടെൻഷനായിട്ടൊന്നും തോന്നിയിട്ടില്ല ആ സമയത്ത്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അനസ്തേഷ്യ ചെയ്യുന്ന ആ ഇഞ്ചക്ഷൻ ഭയങ്കര പെയിൻഫുള്ളാണ്, ആ സൂചി കണ്ടാലേ തല ഇറങ്ങുന്നു. ആക്ച്വലി ഞാൻ ആ സൂചി കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫായാലും നേഴ്സുമാരാണെങ്കിൽ പോലും ഭയങ്കര കൂളിംഗ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് വന്ന് നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കില്ല, അതുപോലെയാണ് അവർ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ട് ടെൻഷനൊന്നും ഫീൽ ചെയ്തതുമില്ല. ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നു. 2 ചേച്ചിമാർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ദിവ്യ ചേച്ചി, വേറൊരു ചേച്ചിയുടെ പേര് എനിക്ക് ആക്ച്വലി ഓർമ്മ കിട്ടുന്നില്ല. 2 പേര് കൂടെ ഉണ്ടായിരുന്നു. അതിലൊരാൾ പോയി അന്ന് രാത്രി എന്നെ ആക്ച്വലി ICUയിൽ കിടത്തേണ്ടതാണ്. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞു എനിക്ക് ICU കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല,
എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമോ എന്ന് മാഡത്തിനോട് ഞാൻ ചോദിച്ചു. മാഡം പറഞ്ഞു പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് എനിക്ക് ഉറക്കം വരുന്നില്ല, എൻ്റെ BP മേ ബി ഇനി കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ അവിടെ നിന്ന് റൂമിലോട്ട് അന്ന് നൈറ്റ് 10 മണിയായപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്തു. 12:30 1:30 ആയപ്പോഴത്തേക്കും ഡെലിവറി കഴിഞ്ഞു ഷിഫ്റ്റ് ചെയ്തത്. മോളാണെന്നൊക്കെ കണ്ട് അത് വേറൊരു ടെസ്റ്റാണ്, ഞാൻ ആക്ച്വലി അത് വേറെ വീഡിയോ ചെയ്യാം. അത് കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്നു. അന്ന് ആ ഒരു ചേച്ചി പോയിട്ടില്ല, അന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ICU ഇൻചാർജിലാണ് ആ ചേച്ചി പോയിട്ടില്ല. അപ്പോൾ അമ്മയോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പെയിൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും കംഫേർട്ട് സോണിലാണ് ഉണ്ടായിരുന്നത്. ഹോസ്പിറ്റലിൽ ഓരോ നഴ്സ് ചേച്ചിമാർ മാറി വരുമ്പോഴും ആദ്യം എൻ്റെ റൂമിൽ വന്നിട്ട് ഞാൻ ഓക്കെ അല്ലേ, എൻ്റെ BP ഓക്കെ അല്ലേ എന്ന് ഓരോ അരമണിക്കൂറിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചേച്ചിക്ക് സത്യം പറയാമല്ലോ ഞാൻ നല്ലൊരു പണിയാണ് കൊടുത്തത്. ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചേച്ചി അരമണിക്കൂർ എൻ്റെ BP ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. കാരണം BP ഓൾറെഡി എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്തും കുറച്ച് ഹൈ ആയിട്ടാണ് നിന്നത്. 120 താഴെ വരണം എന്ന് പറഞ്ഞിട്ട് കൂടി തന്നെ 158 നിൽപ്പുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോൾ തൊട്ടപ്പോഴത്തേക്കാണ് BP നോർമലായത്. പിറ്റേന്ന് വന്നപ്പോഴത്തേക്കും ലീലമാവുന്നുണ്ട്, അത് കുഴപ്പമില്ല അവളെ റെഡി ആയിക്കോളും, കൂളാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സിൻ്റെ പറയല്ല, ഞാൻ ആ ഡെലിവറി അവിടെ കാണിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പറയുന്നുണ്ട് ആ ഫുഡ് കഴിക്കല്ലേ, ഈ ഫുഡ് കഴിക്കല്ലേ. ചില ഹോസ്പിറ്റലിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കെട്ടുന്ന പാവാട ഇടാൻ കെട്ടുന്ന പാൻറ്റ് ഇടാൻ പാടില്ല, ലെഗിൻസ് യൂസ് ചെയ്യാൻ പാടില്ല, കോട്ടൺ ബ്രാ തന്നെ യൂസ് ചെയ്യണം, ബനിയൻ ടൈപ്പ് ബ്രാ യൂസ് ചെയ്യരുത്, പാഡഡ് ബ്രാ യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യം പറയില്ല, എന്നോട് മാഡം ഇതൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് കംഫർട്ട് സോൺ എന്താണെന്ന് തോന്നുന്നു അത് നീ ചെയ്യും, അല്ലാണ്ട് കുനിയരുത്, കമരരുത്, അങ്ങനത്തെ. എനിക്ക് ആ സമയത്തൊന്നും കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ. അപ്പോൾ എന്നോട് അതൊന്നും ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അധികം അങ്ങോട്ട് ഇടുന്ന വിലത്തരം കാണിക്കാൻ പോകണ്ട, ആവശ്യത്തിന് നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ചെയ്തോ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നോട് എൻ്റെ അമ്മ പറയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് തിരികെ മറിയാൻ പെട്ടെന്നൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ ഡോക്ടറിന് നീ ഓക്കെ ആണെങ്കിൽ നിനക്ക് പറ്റുന്ന രീതിക്ക് നിനക്ക് കംഫർട്ട് സോണായിട്ട് തോന്നുന്ന എങ്ങനെയാണോ അത് ചെയ്യും, അല്ലാണ്ട് പെയിൻ വരുവാണ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ നിനക്ക് പറ്റുന്ന കാര്യം നീ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി 8.5 മാസം വരെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫെബ്രുവരി ഒരു 26th വരെ ജോലിക്ക് പോയി. 2 വീലറിൽ തന്നെയാണ് ജോലിക്ക് പോയത്. 2 വീലറിൽ ജോലിക്ക് പോയി 8 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. ട്രിവാൻഡ്രത്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു 6 മാസം വരെയൊക്കെ ഞാൻ ഫ്ലാറ്റിൽ റെൻറ്റിനടുത്ത ഫ്ലാറ്റ് ഉണ്ടായിരുന്നു YMRൽ, അവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചേച്ചിയുടെ വീട് അവിടെ ഉണ്ട്. ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട്, ചേച്ചി, അനിയത്തി, ബ്രദർ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് മാറി, അവിടെ ആയിരുന്നു നിന്നത്. അവിടെ നിന്ന് ഞാൻ വൈകിട്ട് ഞങ്ങൾ ആക്ച്വലി ഓഫീസ് കഴിഞ്ഞ് വന്നതിന് ശേഷവും ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷവും 9ാം മാസത്തിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് പോകുന്നുണ്ട്. ഞാൻ ആരെങ്കിലും കൂടെ കണ്ടാവും, ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വിടില്ല. ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് വരുന്നതുമില്ല. അന്നൊന്നും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ല. ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും വലിയ ബുദ്ധിമുട്ടായിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ C-സെക്ഷൻ കഴിഞ്ഞ് ആ ഒരു വീക്ക് നല്ല ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ സഹിക്കാൻ പറ്റില്ല. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന രീതിക്കല്ല പെയിൻ വന്നത്. പക്ഷേ എന്നാലും എനിക്ക് മെയിൻ പ്രശ്നം കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എണീക്കാൻ പറ്റാത്തൊരവസ്ഥ, അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. മെയിൻ പ്രശ്നം നമുക്ക് വാഷ്റൂം പോകാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ഫീലിങ്സ് അറിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ അമ്മേനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നോർമൽ ഡെലിവറി ഇല്ല, അത്രയും പെയിനോട് കൂടി അവിടുത്തെ സ്റ്റിച്ച് സഹിച്ചിട്ട് 2 ഡെലിവറി അമ്മ നോക്കിയിട്ടുണ്ട്. ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ ഈ പെയിനിൽ തന്നെ ഞാൻ എന്തോരം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വാഷ്റൂമിൽ ചെന്നിട്ട് നമുക്ക് നേരെ പോയി വാഷ്റൂമിൽ ഇരിക്കാൻ പറ്റില്ല, യൂറിൻ പാസ് ചെയ്യാൻ നേരെ പറ്റില്ല, അത്രയ്ക്ക് പെയിൻഫുള്ളാണത്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ഇമോഷണലി ആണ് പറയുന്നത്. വരുന്ന വീഡിയോസിൽ ഞാൻ എനിക്കുണ്ടായ ഓരോ അനുഭവം നിങ്ങളടുത്ത് ഷെയർ. നിങ്ങളിപ്പോൾ ഒരു അമ്മയെ തയ്യാറെടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു അമ്മയായ ഒരാൾക്കാണ് ഇതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ പറയണം. ഇനി വരുന്ന ഓരോൾക്കാർക്കും ഇത് മനസ്സിലാവണം. കുറേ പേര് ഈ C-സെക്ഷൻ ആണെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, നോർമൽ ഡെലിവറി അത്ര പെയിനില്ലെന്നും. എല്ലാം പെയിൻഫുൾ തന്നെയാണ്. പക്ഷേ നോർമൽ ഡെലിവറിക്ക് ഉണ്ടാകുന്ന പെയിൻ എത്രയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. C-സെക്ഷൻ നല്ല പെയിൻഫുള്ളാണ്. കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന അനുഭവം പെയിൻഫുൾ തന്നെയാണ്.